അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16 വ്യാഴാഴ്ച. ISROയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി. ഏതാനും മാസങ്ങൾക്കിടെ 120 ശാസ്ത്രജ്ഞർ രാജിവെച്ചു. പ്രധാന ദൗത്യങ്ങളിൽ പങ്കാളികളായ ശാസ്ത്രജ്ഞരുടെ രാജി സ്വീകരിക്കുന്നതിൽ കേന്ദ്ര ബഹിരാകാശ വകുപ്പ് നിബന്ധനകൾ കർശനമാക്കി. ഗഗൻയാൻ ദൗത്യത്തിലടക്കം പങ്കാളികളായ ശാസ്ത്രജ്ഞരാണ് രാജിവെച്ചത്. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്ന് 80 പേരും VSSCയിൽ നിന്ന് 20 പേരും രാജിവെച്ചിട്ടുണ്ട്. വ്യാജരേഖകൾ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ ആശുപത്രി കമ്മീഷൻ നൽകിയതിന് മുഖ്യപ്രതിയും ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകൾ പുറത്ത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയും മുഖ്യപ്രതി നജീബിന്റെ കല്ലട ട്രാസ് മെഡിക്കൽ ടൂറിസവുമായി ഉണ്ടാക്കിയ കരാർ രേഖയനുസരിച്ച് കരൾ മാറ്റിവെക്കലിന് 1 ലക്ഷം രൂപയും വൃക്ക മാറ്റിവെക്കലിന് 50,000 രൂപയുമാണ് കമ്മീഷൻ. മറ്റ് കിടത്തി ചികിത്സകൾക്ക് ആകെ ബില്ലിന്റെ 10% കമ്മീഷനായി നൽകുമെന്നാണ് കരാർ. പ്രിയങ്ക ഗാന്ധി MPയുടെ സെക്രട്ടറി എന്ന വ്യാജേന മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾക്ക് വ്യാജ ഫോൺ കോൾ. ഷാഫി പറമ്പിൽ MPക്കും ഡീൻ കുര്യാക്കോസിനും വിളിയെത്തി. സംഭവത്തിൽ പ്രിയങ്കയുടെ സെക്രട്ടറി DS രാജ്കുമാർ DGPക്കും വയനാട് SPക്കും നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പാലിക്കാതെ PSC. പരാതിക്കാരനായ ഉദ്യോഗാർത്ഥി ആവശ്യപ്പെട്ട നിയമനത്തിന്റെ രേഖകൾ നൽകില്ലെന്ന് PSC അറിയിച്ചു. അതേസമയം വിവരം നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാനുള്ള ഒരുക്കത്തിലാണ് PSC. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പ്രതി ചെന്താമരയ്ക്ക് തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. ചെന്താമരയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് നിയമ സഹായവേദി കോടതിയിൽ സമർപ്പിച്ചു. നിയമസഹായവേദിയുടെ കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നും വാദിച്ചു. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിനിടെ വൈദ്യുതി പോയതിൽ അർദ്ധരാത്രി KSEB ഓഫീസിൽ അതിക്രമിച്ചു കയറി DYFI പ്രവർത്തകരുടെ ആക്രമണം. തൃശൂർ എരുമപ്പെട്ടിയിലാണ് സംഭവം. ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ള സാമഗ്രികൾ അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച സബ് എഞ്ചിനീയറെയും ലൈൻമാനെയും മർദ്ദിച്ചു. സംസ്ഥാനത്തെ വ്യാപക പവർ കട്ടിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതാവുമായ V ശിവൻകുട്ടി. പകൽ സൺ ഉഷാറാക്കും, രാത്രി സണ്ണി എടങ്ങേറാക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനെ പരിഹസിച്ചത്. വിസ്മയത്തിന്റെ അതിതീവ്ര നാളുകൾ എന്ന കുറിപ്പോടെയാണ് ശിവൻകുട്ടിയുടെ വിമർശനം. തൊപ്പി എന്ന യൂട്യൂബർ നിഹാദിനെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. യൂട്യൂബിൽ അശ്ലീല വീഡിയോ പങ്കുവച്ച കേസിൽ തൊപ്പി ഒളിവിലാണ്. തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പോലീസ് നേരത്തെ പൂട്ടിച്ചിരുന്നു. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്നാരോപിച്ച് G സുധാകരൻ MLAക്ക് CPM നേതാവിന്റെ വക്കീൽ നോട്ടീസ്. ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും നഗരസഭ LDF കക്ഷി നേതാവുമായ VG വിഷ്ണുവാണ് G സുധാകരനെതിരെ നോട്ടീസ് അയച്ചത്. വിവാഹത്തിന് ശേഷം സ്ത്രീകൾ തങ്ങളുടെ പണവും സ്വർണ്ണാഭരണങ്ങളും ഭർത്താവിനെയോ ഭർത്തൃ വീട്ടുകാരെയോ ഏൽപ്പിക്കുമെന്ന് കരുതാനാകില്ലെന്ന് ഹൈക്കോടതി. ഇന്നത്തെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് സ്വന്തം സ്വത്തുക്കൾ സ്വയം കൈകാര്യം ചെയ്യാനുള്ള അറിവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. മൂവാറ്റുപുഴ കുടുംബ കോടതി വിധിച്ച നഷ്ടപരിഹാര തുക കൂടുതലാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഭർത്താവും കുടുംബാംഗങ്ങളും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇത്തവണ മന്ത്രിയായത് ഹരിപ്പാട് മെഡിക്കൽ യാഥാർത്ഥ്യമാക്കാനാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരെ ചെറിയ പ്രായത്തിലെ മന്ത്രിയായ ആളാണ് താനെന്നും ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനായുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് സർക്കാർ.
പാലരുവി എക്സ്പ്രസും മധുര ഗുരുവായൂർ എക്സ്പ്രസും ആധുനിക LHB കോച്ചുകളാകുന്നു. ജൂലൈ 20 മുതൽ പാലരുവി എക്സ്പ്രസും ജൂലൈ 26 മുതൽ മധുര ഗുരുവായൂർ എക്സ്പ്രസും LHB കോച്ചുകളുമായി സർവീസ് നടത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി VD സതീശനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. KC വേണുഗോപാലാണ് അനുസ്മരണ ചടങ്ങിനെത്തുന്നത്. സോളാർ കേസിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നടൻ മോഹൻലാലിന്റെ ആനക്കൊമ്പ് ശേഖരത്തിൽ 3 ജോഡി ആനക്കൊമ്പുകളുടെ വിവരം എന്തിനു മറച്ചുവെച്ചു എന്ന് പരാതിക്കാരുടെ അഭിഭാഷകൻ. 2 ജോഡി ആനക്കൊമ്പിന്റെ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്തി 3 ജോഡി ആദ്യം മറച്ചുവെച്ചതിൽ ദുരൂഹത ഉണ്ടെന്നാണ് ആരോപണം. കലൂർ കത്രിക്കടവിലെ അൽറീം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായ 3 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വൃത്തിഹീനമായ ഭക്ഷണം വിതരണം ചെയ്തതിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് C. സദാനന്ദൻ മാസ്റ്റർ MP. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി. പ്രതിരോധ പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി രക്ഷാ പെൻഷൻ സമാധാൻ ആയോജൻ സംഘടിപ്പിക്കുന്നു. നാളെ കൊച്ചി പെരുമാനൂരിലെ നേവി ഏരിയ അക്കൗണ്ട്സ് ഓഫീസിലാണ് നടത്തുക. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ 70 പവൻ നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിൽ യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ സിന്ധുകുമാരിയെ വിവിധ സ്ഥാപനങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇവർക്ക് അക്കൗണ്ടുള്ള പൂങ്കുളത്തെ ബാങ്ക് ശാഖ, KSFEയുടെ തമ്പാനൂർ ശാഖ, കോവളത്തെയും വെങ്ങാനൂരിലെയും സ്വകാര്യ ധനകാര്യ സ്ഥാപനം എന്നിവിടങ്ങളിലാണ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കൂടംകുളത്ത് ആണവ സുരക്ഷയെ ബാധിക്കുന്ന ഡേറ്റാ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ആണവോർജ്ജ കോർപ്പറേഷൻ. സുരക്ഷാ സംവിധാനങ്ങളുടെ വിവരമൊന്നും ചോർന്നിട്ടില്ലെന്നും NPCIL വ്യക്തമാക്കി. മതപരിവർത്തനം ആരോപിച്ച് VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ മധ്യപ്രദേശിലെ കാത്തലിക് സ്കൂൾ അടിച്ചു തകർത്തു. ജബൽപൂരിലെ സെയിന്റ് അലോഷ്യസ് സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ 3 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നും SBIക്കാണ് നോട്ടപ്പിശക് സംഭവിച്ചതെന്നും ക്ഷേത്രത്തിന്റെ ട്രഷറർ. CEOയെ നിയമിച്ച നടപടികളിൽ സന്യാസി സമൂഹമായ സത് മണ്ഡൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ പ്രഭുവിന്റെ കോർപ്പറേറ്റ് നിയമനമല്ല, ആത്മീയ നേതാവിനെയാണ് CEO ആയി നിയമിക്കേണ്ടിയിരുന്നതെന്നും സംഘടന ആവശ്യപ്പെട്ടു. അയോധ്യ, ബദരിനാഥ് ക്ഷേത്രങ്ങളിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഹരിദ്വാറിലെ മാനസദേവി ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും ജീവനക്കാർക്കും പോക്കറ്റില്ലാത്ത ഡ്രസ് കോഡ് ഏർപ്പെടുത്തി. ഇനി മുതൽ പൂജാരിമാർ പോക്കറ്റുകളില്ലാത്ത കുർത്തകളാണ് ധരിക്കേണ്ടത്. ക്ലാസ് മുറിയിൽ നിന്ന് 500 രൂപ കാണാതായതിനെ തുടർന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ വിവസ്ത്രരാക്കി പരിശോധിച്ചെന്ന പരാതിയിൽ രാജസ്ഥാനിലെ സവായ് മധോപൂർ ജില്ലയിലെ ലിവാലി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സരസ്വതി മീനയെ സസ്പെൻഡ് ചെയ്തു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുമായി കൂറ്റൻ ബിൽബോർഡ്. ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ചിത്രത്തോടെയാണ് ഇൻകിലാബ് സ്ക്വയറിൽ ബിൽബോർഡ് സ്ഥാപിച്ചത്. ഞങ്ങൾ ട്രംപിനെ കൊല്ലും എന്ന വാചകവും ബോർഡിലുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ നിയോഗിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഷിപ്പിംഗ് കമ്പനികൾക്ക് നൽകിയത്. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ അർജന്റീനയോട് തോറ്റ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡർ ജൂഡ് ബെല്ലിംഗ്ഹാം അർജന്റീനയുടെ യുവതാരം വാലന്റീൻ ബാർക്കോയുടെ തലക്കടിച്ചു. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് മൈതാനത്തിലാണ് താരങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത്. സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സെമി ഫൈനൽ മത്സര വിജയത്തിന് ശേഷം ഗാലറിയിലെ ആരാധകർ ഉയർത്തിപ്പിടിച്ച ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണെന്ന് സ്പാനിഷിൽ എഴുതിയ രാഷ്ട്രീയ ബാനർ അർജന്റീന താരങ്ങൾ ഏറ്റെടുത്തു മൈതാനിയിൽ പ്രദർശിപ്പിച്ചതിനെതിരെ ഫിഫ നടപടിയെടുത്തേക്കും. ഇംഗ്ലണ്ടുമായുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫോക്ലാൻഡ് ദ്വീപ് രാഷ്ട്രീയ തർക്കം ലോകകപ്പ് വേദിയിലേക്ക് വലിച്ചിഴച്ചതിനാണ് നടപടി. അർജന്റീനിയൻ മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോയും ഡിഫൻഡർ നിക്കോളാസ് ഓട്ടമെന്റിയുമാണ് ബാനർ മൈതാനത്ത് പ്രദർശിപ്പിച്ചത്.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.